പല്ല് പൊന്തിയ കുട്ടി, ഐ മീൻ പല്ലുന്തി, പല്ലിച്ചി, അങ്ങനെ പല രീതിയിലും. അതിനുശേഷം ഇപ്പൊ പോലും പലരും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പണ്ടൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മെച്ചൂർഡായി വരുന്നതിനനുസരിച്ച് എനിക്ക് മനസ്സിലായി തുടങ്ങി ഇതിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ പേര് നമ്മുടെ ഈ സൊസൈറ്റിയിലുണ്ട്. ചിലവർക്ക് പക്ഷെ കുഴപ്പമില്ല. ചിലവർ കാണുമ്പോൾ ഇതെന്താ ചേച്ചിയുടെ പല്ല് ഇങ്ങനെ. അപ്പോൾ ഇത് പറയാനെന്താന്ന് വെച്ചാൽ ഇതൊക്കെ നോർമലാണ്. അപ്പോൾ ജസ്റ്റ് അത്യാവശ്യം കുറച്ച് ഏജിലായിരിക്കുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു കൊടുക്കും ഇത് സാധാരണ പോലെ എല്ലാവർക്കും വരുന്ന ഒരു സംഭവം. ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റ് പറ്റി, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതുപോലൊക്കെ തന്നെയാണ് ഇതും. സ്വന്തം ഫേസ് പോലും റിവീൽ ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ആൾക്കാരാണ് എൻ്റെ അടുത്ത് ഒന്ന് നെഗറ്റീവ് പറയുന്നത്. ഇപ്പൊ പലരും പറയുന്നത് എന്താ വെച്ചാല് പലരും ഫേസ് ഒക്കെ ഹൈഡ് ചെയ്തിട്ടാണ് പിക്ക് എടുക്കലൊക്കെ. ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ മുന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കവറൊക്കെ ചെയ്തിട്ട്, കാരണം പല്ല് മാത്രം ഇങ്ങനെ കവർ ചെയ്തിട്ടൊക്കെ ആയിരുന്നു ചെയ്യണ്ടായിരുന്നത്. പിന്നെ അത് ഞാൻ മാറ്റി. കാരണം ഞാൻ പബ്ലിക്കിൽ ഇങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. മാസ്ക് വന്നത് ഇപ്പൊ കൊറോണയുടെ ടൈമിലല്ലേ, അതിന് മുന്നൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ എല്ലാരും പറഞ്ഞു അത് കാണുമ്പോ ഞങ്ങൾക്കും ഇതുപോലെ നല്ല രീതിയിൽ ചിരിച്ച് പിക്കൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സർജറി ഒക്കെ ചെയ്ത് ഫ്രണ്ട്സിന്റെ മുന്നിലും ഓക്കേടി ഞാൻ സുന്ദരി അങ്ങനെയൊക്കെ പറയാൻ. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി തുടങ്ങി നമ്മളെങ്ങനെയാണോ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മുടെ ഭംഗി, അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്നതല്ല കാര്യം. നമ്മൾ തന്നെ സ്വയം നമ്മൾ സുന്ദരിയാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരാന്ന് പ്രശ്നമുള്ളൂ. അതായത് ഡേറ്റ്സിന് വരെ വിളിച്ചിട്ടുള്ള ആൾക്കാർ വേറെ രീതിയിൽ അങ്ങനെയുള്ള ആൾക്കാർ വരെയുണ്ട്. കാരണം നിനക്ക് ഇത്ര പൈസ തരാം, എനിക്ക് ഓക്കെ ആക്കാം, സർജറി ഒക്കെ സെറ്റ് ആവും, ആരും അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് അതൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുക്കും, സ്റ്റോറി ഇടും. സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അയച്ചു തരുമ്പോഴും ഞാൻ വീട്ടിലും ഫ്രണ്ട്സിനെ കാണിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നീ ചെയ്യേണ്ടടി, നിന്നെ ഇപ്പൊ കാണാനോ ഭംഗി, ഞങ്ങൾക്ക് ഇതാ ഇഷ്ടം. അപ്പോൾ എനിക്കതെ എൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് കുറവായി തോന്നുന്നില്ല, കൂടുതലുള്ളൂ. അതായത് ഇത്രയും ഗമ്മ് ചിലവർക്കില്ല, പല്ല് കൂടുതലാണ്, എല്ലാം കൂടുതൽ, കുറവൊന്നുമില്ല. പല്ലുന്തിയ കുട്ടി, കറുത്ത് മെലിഞ്ഞിരിക്കുന്ന ആള്, കറുത്ത് തടിച്ച ആള്, ഇങ്ങനെ ഓരോരോ ആളുകളെയും പറ്റിയിട്ട് നമ്മൾ പറയുന്ന പല കമന്റുകളുണ്ട്. അത് അവരെങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. പക്ഷേ തന്നെ കുറിച്ചിട്ട് അങ്ങനെ കേട്ട ഒരു ഐഡന്റിറ്റിയെ തന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആക്കി മാറ്റി സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഇൻസ്പിറേഷൻ ആയിട്ട് മാറിയ ഒരു കുട്ടിയുടെ കൂടെയാണ് നമ്മളിന്നുള്ളത്, ലയന എസ് കുറുപ്പ്. ലയന നമസ്കാരം. ലയനയ്ക്ക് ഒരുപാട് കഥ പറയാനുണ്ടായിരിക്കും നമുക്കറിയാം. അപ്പം ചെറിയ പ്രായം തൊട്ട് നമ്മൾ കേട്ടിട്ടുള്ള ചില വാക്കുകളെ പറ്റിയും അതുപോലെ ആ സമയത്ത് നമ്മൾ കടന്നു പോയിട്ടുള്ള ചില സിറ്റുവേഷൻസിനെ പറ്റിയും അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടാവും. ചെറുപ്പം തൊട്ടുള്ള ആ ഒരു കാര്യം, പല്ലിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ പറഞ്ഞ ഒരു കമന്റ് എങ്ങനെ ഇന്ന് ഇത്രയും പോസിറ്റീവ് ആക്കി ഒന്ന്